പന്തളത്ത് സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിലേക്കാണ് ഇനി ഭക്തജന സംഗമം ഉടൻ. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അണ്ണാമല ഇപ്പോൾ വേദിയിലെത്തിയിട്ടുണ്ട്. രാവിലെ 3 സെഷനുകളായി സെമിനാറുകൾ സംഘടിപ്പിച്ചിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തെ BJP നേതാക്കൾ രൂക്ഷമായി വിമർശിച്ചു. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനം അവിടുത്തെ ആചാരവിശ്വാസങ്ങൾ എല്ലാം സംരക്ഷിക്കണമെന്നുള്ളതാണ്. ആചാരവിശ്വാസത്തെ ധ്വംസിച്ചവർ, പിച്ചിച്ചീന്തിയവർ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായിട്ട് വന്നതിൽ അയ്യപ്പ ഭക്തന്മാർക്ക് സംശയങ്ങളുണ്ട്. ദുരൂഹതകൾ ധാരാളമുണ്ട്. ശൂന്യമായിരുന്നു അവിടുത്തെ ഹാൾ, അവരുടെ സമ്മേളന വേദി. എന്തുകൊണ്ടത് സംഭവിച്ചു? കാരണം അയ്യപ്പന്മാർ ബഹിഷ്കരിച്ചു. അതിന് കാരണമുണ്ട്. കാരണം അവർക്ക് വലുത് വിശ്വാസമാണ്. ആ വിശ്വാസം സംരക്ഷിക്കുന്നതോടൊപ്പം നിൽക്കും. ഇന്നിവിടെ പന്തളത്ത് നടക്കുന്ന സമ്മേളനം വിശ്വാസികളുടെ സമ്മേളനമാണ്. വിശ്വാസമാണ് വലുത്. അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാം. ശബരിമല സംരക്ഷണ സമ്മേളനം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. MG പ്രതീഷ് ഇപ്പോൾ പന്തളത്തുനിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, ബദൽ സംഗമമാണ്. വേദിയിൽ ഇപ്പോൾ ആരൊക്കെ എത്തിയിട്ടുണ്ട്? എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ്? ഉന്മേഷ്, 2 ദിവസം മുമ്പ് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായാണ് ഇപ്പോൾ പന്തളത്ത് ശബരിമല സംരക്ഷണ സമ്മേളനം നടത്തുന്നത്. ഈ പൊതുസമ്മേളനത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. ഉദ്ഘാടന സമ്മേളന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ തമിഴ്നാട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയും BJP MP തേജസ്വി സൂര്യയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ വേദിയിൽ എത്തിയിട്ടുള്ളത്. ഈ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കളും എത്തിയിട്ടുണ്ട്. ഈ വലിയ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് കഴിയുന്നു, വലിയ തിരക്കാണ് ഈ വേദിയിൽ ഉടനീളമുള്ളത്. ഈ പരിപാടി തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ കസേരകളെല്ലാം നിറഞ്ഞിരുന്നു. നേരത്തെ ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ഘട്ടത്തിൽ പ്രധാന വിമർശനമായി ഉയർന്നത് ഈ വേദികളിലൊന്നും തന്നെ ആളുകളില്ലായിരുന്നു എന്നതാണ്. അതിനുള്ള മറുപടി പന്തളത്തെ ശബരിമല സംരക്ഷണ സംഗമത്തിലൂടെ നൽകുന്നു എന്നതാണ് ഈ BJP നേതാക്കളും സംഘപരിവാർ സംഘടനകളും ഈ സംരക്ഷണ സംഗമ പരിപാടിയിലൂടെ പറഞ്ഞത്. ഒപ്പം ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വലിയ വിമർശനമാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ അരങ്ങേറിയിട്ടുള്ളത്. വലിയ സംഘാടനം ഈ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിനുണ്ടായി. കാരണം പ്രത്യേകിച്ച് സ്ത്രീകളെ അടക്കം വലിയ എണ്ണം ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു എന്നതും ഈ സംഘാടനത്തിന്റെ ഒരു മികവ് കൂടിയാണ്. ഈ 120ഓളം സമുദായ സംഘടനാ നേതാക്കളും സന്യാസി പ്രമുഖരും പങ്കെടുത്തു എന്നതാണ് ഈ സംഘാടകർ അവകാശവാദമായി പറയുന്നത്. ഒപ്പം BJPയുടെ ഒരു പിന്തുണ കൂടി ഉണ്ടായതോടുകൂടി തന്നെ പരമാവധി ആളുകളെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു. ഭക്തജനങ്ങളുടെ സംഗമം എന്നതാണ് പ്രധാനമായും ഈ സംഘപരിവാർ സംഘടനകൾ ഇവിടെ ഉയർത്തിക്കാട്ടുന്ന കാര്യം. ഈ പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിൽ യഥാർത്ഥ ഭക്തരല്ല പങ്കെടുത്തത്. ദേവസ്വം ബോർഡ് ജീവനക്കാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു ആളുകളെ അവിടെ എത്തിക്കാനായത്. പക്ഷേ പമ്പയിൽ യഥാർത്ഥ വിശ്വാസികളുടെ സംഗമമാണ് നടക്കുന്നത്. ശബരിമല ആചാരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ചർച്ചകളുമാണ് ഈ സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് സംഘാടകർ ആവർത്തിച്ചു പറയുന്നുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഈ വിവിധ വിഷയങ്ങളിൽ ഇന്ന് ചർച്ചകൾ നടന്നിരുന്നു. രാവിലെ ആദ്യഘട്ടമായി സെമിനാറുകളായിരുന്നു നടന്നത്. ശബരിമലയുടെ വികസനം, വിശ്വാസം, സുരക്ഷ, ഈ വിഷയങ്ങളിൽ സെമിനാറുകൾ നടന്നതിന് പിന്നാലെയാണ് ഉച്ചയ്ക്ക് ശേഷം പൊതുസമ്മേളനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ പൊതുസമ്മേളനത്തിലാണ് വലിയ ജനപങ്കാളിത്തം കൊണ്ടുവരാൻ ഈ സംഘടനയ്ക്ക് ആയിട്ടുണ്ട്. പ്രധാനമായും ഈ സർക്കാരിനും ദേവസ്വം ബോർഡിനുമുള്ള ഒരു മറുപടി ഈ ജനക്കൂട്ടത്തിലൂടെ നൽകാൻ ഈ സംഘപരിവാർ സംഘടനയ്ക്ക്, അല്ലെങ്കിൽ ഇതിന് പ്രധാനമായും നേതൃത്വം നൽകുന്ന ശബരിമല കർമ്മസമിതിക്ക് കഴിഞ്ഞു എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ പറയാൻ കഴിയും. കാരണം അത്രത്തോളം ഒരു ജനക്കൂട്ടം അല്ലെങ്കിൽ ഭക്തജനക്കൂട്ടം ഈ പൊതുസമ്മേളനത്തിലുണ്ട്. MC റോഡിനോട് ചേർന്നുള്ള ഒരു ഗ്രൗണ്ടിലാണ് ഈ പൊതുസമ്മേളനം നടക്കുന്നത്. ഇതിനോടകം തന്നെ MC റോഡ് തിങ്ങി നിറഞ്ഞ ഒരു നിലയിലാണ്. വാഹന ഗതാഗതത്തിന് തടസ്സം ഉൾപ്പെടെ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ ഈ പ്രമുഖ നേതാക്കൾ പ്രസംഗിക്കും. ഈ രാഷ്ട്രീയമായിട്ടുള്ള വലിയ വിമർശനങ്ങൾ ഈ പൊതുസമ്മേളനത്തിൽ ഉയർന്നു കേൾക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ അണ്ണാമലെ ഒപ്പം തേജസ്വി സൂര്യ അടക്കമുള്ള നേതാക്കളുണ്ട്. പലപ്പോഴും സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഇവർ പങ്കെടുക്കുന്ന വേദികളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ വിമർശനമടക്കം ഈ വേദിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്നു. ഒപ്പം BJPയുടെ സജീവ സാന്നിധ്യം ഈ ശബരിമല സംരക്ഷണ സംഗമത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ശബരിമല സംരക്ഷണ സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ ഈ പ്രമുഖ നേതാക്കൾ, അണ്ണാമല ഉൾപ്പെടെയുള്ള നേതാക്കൾ വേദിയിൽ പ്രസംഗിക്കും.
ഉന്മേഷ്. കെ അണ്ണാമലൈ ഉൾപ്പെടെ ഇപ്പോൾ വേദിയിലെത്തിയിട്ടുണ്ട്. MJ പ്രതീഷാണ് പന്തളത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.